പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുതിർന്ന BJP കൗൺസിലറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമല ഡിവിഷൻ കൗൺസിലർ K. അനിൽകുമാർ സ്വന്തം ഓഫീസിലാണ് ജീവനൊടുക്കിയത്. തിരുമല സഹകരണ ബാങ്ക് പൊട്ടിയതോടെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. എന്നാൽ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ BJPക്കെതിരെ വിമർശനം ഉണ്ടെന്നാണ് സൂചന. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി സഹായിച്ചില്ല എന്ന് കുറിപ്പിലുണ്ട്. K. അനിൽകുമാറിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് BJP നേതാക്കൾ തന്നെയാണെന്ന ആരോപണവുമായി CPIM രംഗത്തെത്തുകയും ചെയ്തു. ഈ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു സഹകരണ സംഘം പ്രവർത്തിച്ചിരുന്നു. അവിടെ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പണം നിക്ഷേപിച്ചവര് പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാർ തന്നെ അവിടുന്ന് വലിയ തോതിൽ ലോൺ എടുത്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ബാങ്ക് പൊളിയാനുണ്ടായ സാഹചര്യവും അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആരും സംരക്ഷിക്കാനില്ല എന്നുള്ളത് ബോധ്യം വന്നിട്ടാണ് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ BJPക്കാരല്ല, സാധാരണ ഇടപാടുകാരാണ് തിരിച്ചടവ് മുടക്കിയത് എന്ന് BJP നേതാവ് VB രാജേഷ് പറഞ്ഞു. അതിൽ FD കൂടുതൽ ഇദ്ദേഹത്തിന്റെ കെയർ ഓഫിനാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആൾക്കാരെല്ലാം 1 ലക്ഷം 2 ലക്ഷം ലോൺ എടുക്കുന്ന ആവേശത്തിൽ തിരിച്ചടയ്ക്കില്ല. അപ്പൊ FD തിരിച്ചു കൊടുക്കാൻ സമയമായപ്പോ പലപ്പോഴും സമ്മർദ്ദത്തിന് പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു മാനസികമായിട്ട്. തിരുമല ബാങ്ക് പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്തതിനിടെ BJP പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. ഇന്ന് ക്യാമറകൾ തല്ലിപ്പൊട്ടിച്ച പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി PR പ്രവീണ തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രവീണ, രാഷ്ട്രീയ പ്രതികരണങ്ങളും അക്രമ സംഭവങ്ങളും ഉണ്ടായെങ്കിലും പ്രധാനപ്പെട്ട വാർത്ത, സങ്കടകരമായ വാർത്ത അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണല്ലോ. ഒരു പൊതുപ്രവർത്തകൻ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ആ ജില്ലയിലെ നേതാവ്, താരതമ്യേന രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവർക്കും സൗമ്യൻ, നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അഭിപ്രായമുള്ള ആ രാഷ്ട്രീയ നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണല്ലോ. എന്താണ് ഉണ്ടായതെന്നാണ് പോലീസും മറ്റും പറയുന്നത്? സനീഷ്, ഈ കാണുന്ന കെട്ടിടത്തിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കുറച്ച് നാളുകളായി മനോവിഷമത്തിലായിരുന്നു. അദ്ദേഹം 10-15 വർഷമായി പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു സഹകരണ സംഘമുണ്ട്, സഹകരണ സൊസൈറ്റി ഉണ്ട്. ഫാം ടൂർ എന്നാണ് പേര്. അതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോവുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നിന്നും ഡെപ്പോസിറ്റുകൾ പിൻവലിക്കുന്ന പതിവുണ്ടായിരുന്നു. ലോണുകൾ കൊടുക്കുമ്പോൾ തിരിച്ചടവ് വൈകുന്ന പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലേക്ക് റിക്കവറി അടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ടായി, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. ഇക്കാര്യം അദ്ദേഹം BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് ലോൺ എടുത്തവരെയും ഡെപ്പോസിറ്റ് പിൻവലിച്ചവരെയും ഒക്കെ വിളിച്ചുകൂട്ടി സഹായിക്കണമെന്നുള്ള തരത്തിൽ BJP നേതൃത്വം ഇടപെട്ടു എന്നാണ് നേതൃത്വം പറയുന്നത്. പക്ഷേ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് തന്റെ സാമ്പത്തിക പരാധീനതകൾ പറഞ്ഞിട്ടും അതിൽ ഒരു നല്ല ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ മനോവിഷമത്തിലായിരുന്നു അദ്ദേഹം. പല കൗൺസിലർമാരോടും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോടുമൊക്കെ താൻ മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെന്നും അതുകൊണ്ട് തന്നെ ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ വളരെ ജനകീയനായ ഒരു നേതാവാണ്. പാർട്ടിക്കും അപ്പുറം രാഷ്ട്രീയത്തിനും അപ്പുറം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന, ജനങ്ങൾക്കിടയിൽ എല്ലാ കാര്യത്തിനും ഒരു മുതിർന്ന ആളുകൂടിയാണ്, മുതിർന്ന സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഇക്കാര്യമൊക്കെ കൈകാര്യം ചെയ്യും എന്നുള്ളതായിരുന്നു കൂട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് ജില്ലാ BJP നേതൃത്വത്തിനെതിരെ കൂടി കത്ത് എഴുതി വെച്ച് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. എന്തായാലും സഹപ്രവർത്തകരടക്കം എല്ലാവരും സങ്കടത്തിലാണ്. പക്ഷേ BJP നേതൃത്വം അല്പം മുൻപ് പറഞ്ഞത് ഈ കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് നടന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തിരിമറിയോ അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ, ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നമായി അത് മാറിയതുകൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമമടക്കം ഉണ്ടായത്. മുതിർന്ന നേതാക്കൾ എത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷവും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള ശ്രമം ചില BJP കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കളും പോലീസും അടക്കം സംസാരിച്ച് പ്രശ്നത്തിന് അയവ് വരുത്താൻ ശ്രമിക്കുകയാണ്. സനീഷ്, പ്രവീണ, അവിടെ ഏതൊക്കെ നേതാക്കളാണ് ഉള്ളത്? ഒന്ന്, സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്, അപ്രതീക്ഷിതവുമായിരിക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലൊരു നേതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അതുണ്ടാക്കുന്ന വലിയ മാനസിക സമ്മർദ്ദം സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ടാകും. ആ വലിയ വൈഷമ്യം
ഒപ്പം അതോടൊപ്പം ഇവിടെ ഈ സംഘർഷ സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. നേരത്തെ മേയറടക്കമുള്ള ആളുകളെ അവിടെ കണ്ടിരുന്നു. രാഷ്ട്രീയത്തിലതീതമായിട്ട് നേതാക്കളെല്ലാം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അനിൽകുമാറിൻ്റെ കുടുംബം എവിടെയാണുള്ളത്? മറ്റു കാര്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന്റെ കുടുംബ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. തിരുമല വാർഡ് കൗൺസിലർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അധ്യാപികയാണ്. 2 പെൺമക്കളുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം. അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വി വി രാജേഷ്, മുൻ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്, അതുപോലെ തന്നെ നിലവിലെ പ്രസിഡന്റായിരുന്ന കരമന ജയൻ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കളൊക്കെ ഇവിടെ, ജില്ലാ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സഹ കൗൺസിലർമാർ, അതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ മിക്കവരും എത്തിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ നേരിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി, ഇൻക്വസ്റ്റ് കഴിഞ്ഞ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക. മാധ്യമപ്രവർത്തകർക്ക് നേരെ 2-3 തവണയായി തട്ടിക്കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസും അതുപോലെ തന്നെ BJP നേതൃത്വവും ഇടപെട്ട് അത് ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. 2 കാര്യങ്ങളിലാണ് BJPക്കാർ, അതായത് ഒന്ന് BJP നേതൃത്വത്തിനെതിരെ കത്തുണ്ട് എന്നുള്ള പരാമർശവും, മറ്റൊന്ന് നേരത്തെ BJP പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള ലൈവ് റിപ്പോർട്ടിംഗുമാണ് അവരെ പ്രകോപിപ്പിച്ചത്. ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. സനീഷ്. ശരി, നന്ദി പ്രവീണ വിവരങ്ങൾക്ക്. അവിടെ അങ്ങേയറ്റം അപ്രതീക്ഷിതമായാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതിൻ്റെ ആഘാതമുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും, അദ്ദേഹത്തെ പരിചയമുള്ള സാധാരണ ആളുകൾക്കടക്കമുള്ളവർക്ക്. അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെതുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ BJPക്കെതിരായിട്ട് താൻ ഇങ്ങനൊരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ വേണ്ട രീതിയിൽ സഹായിച്ചില്ല എന്ന ചില പരാമർശങ്ങൾ അതിനകത്തുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തതിനാണ് ഈ BJPയുടെ പ്രവർത്തകർ ഇങ്ങനെയൊരു സങ്കടകരമായ സാഹചര്യം, ഒരു മരണം നടന്നതിന് പിന്നാലെയാണ് ഈ സംഭവം എന്ന ഔചിത്യമില്ലാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നതാണ് അതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ സന്ദർഭത്തിൻ്റെ ഒരു ദുഃഖഭരിതമായിട്ടുള്ള സാഹചര്യത്തെ അല്ല അവരവരുടെ പാർട്ടിയെ സംരക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിലും വേണ്ടത് എന്ന മട്ടിലാണ് മാധ്യമങ്ങൾക്ക് നേരെ അവർ തല്ലാനും മറ്റും മുതിർന്നത്. എന്താണ് സാഹചര്യം?